രാത്രി ഉറങ്ങാൻ കിടന്നാലും കുട്ടികളിലും വലിയവരിലും ഒക്കെ തന്നെ തുമ്മലും ശ്വാസം മുട്ടലും മൂക്കെടുപ്പും സഹിക്കാൻ പറ്റുന്നില്ല. നിർത്താതെയുള്ള തുമ്മലായിരിക്കും, അല്ലെങ്കിൽ നിർത്താതെയുള്ള ശ്വാസം മുട്ടലായിരിക്കും, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അതിന് മെയിൻ കാരണം തന്നെ കുട്ടികൾ കളിക്കാനെടുക്കുന്ന സോഫ്റ്റ് ടോയ്സ് അഥവാ പാവക്കുട്ടികളാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ പാവക്കുട്ടികളിലൊക്കെ തന്നെ രോമങ്ങൾക്കിടയിലൊക്കെ തന്നെ കോടിക്കണക്കിന് ഡസ്റ്റ് മേഡ്സുകൾ ഉണ്ട്. ഇത് നിങ്ങളുടെ അലർജിന്റെ തുമ്മലും കണ്ണൂരിലും ശ്വാസം മുട്ടലും കൂട്ടുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കിടക്കുമ്പോൾ തന്നെ ഈ പാവക്കുട്ടികളും കെട്ടിപ്പിടിച്ചേക്കും കിടന്നുറങ്ങാം അല്ലെ. അപ്പൊ നമ്മൾ ഈ ടോയ്സ് ഒക്കെ ഒഴിവാക്കുക തന്നെ നടക്കുന്ന കാര്യമല്ല. അപ്പൊ നിങ്ങൾ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യാന്നിട്ടുണ്ടെങ്കിൽ ഈ പാവക്കുട്ടികൾക്ക് തന്നെ വാഷബിൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, ആഴ്ചയിൽ ഒരു ദിവസം എന്ത് ചെയ്യുക, വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വെയിലത്ത് ഉണക്കിയിട്ട് കുട്ടികൾക്ക് കളിക്കാനും കൊടുക്കുക. അത് പറ്റുന്നില്ല, വാഷബിൾ അല്ലാത്ത ടോയ്സ് ഉണ്ടല്ലോ, അതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കവറിൽ കെട്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു ദിവസം ഫ്രീസറിൽ വെക്കുക. അതിന് നെക്സ്റ്റ് ഡേ എടുത്തിട്ട് എന്ത് ചെയ്യുക, അത് കുട്ടികൾക്ക് കൊടുക്കുക. ആ ഫ്രീസറിൽ വെക്കുന്നതിന് നിന്നിട്ട് ഈ ടെസ്റ്റ് മെഡിസിനുകൾ നശിച്ചു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ അലർജിക്ക് നല്ല മാറ്റം വരും. അപ്പൊ സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അലർജി കുറഞ്ഞു വരുന്നതായിട്ട് കാണാം.